നമസ്കാരം. സിറ്റുവേഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കുട്ടികളുമായി സ്കൂളിലേക്ക് പോയ സ്കൂൾ ബസ് റോഡിലെ കുഴിയിൽ താഴ്ന്നു. കല്ലാർ വട്ടയാർ സ്കൂളിലെ സ്കൂൾ ബസ്സാണ് പീച്ചാട് മ്ലാമല റോഡിലെ കുഴിയിൽ താഴ്ന്നത്. മണിക്കൂറുകളോളം ഗതാഗതം മുടങ്ങി. ദേശീയപാത കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്തിട്ടുള്ള ലോങ് മാർച്ചിന് പിന്തുണ പ്രഖ്യാപിച്ച വ്യാപാരി വ്യവസായി ഏകോപന സമിതി. എന്നാൽ ഹർത്താലുമായി സഹകരിക്കേണ്ടതില്ലെന്ന വ്യാപാരി വ്യവസായി നേതാക്കൾ. ദേശീയപാത നിർമ്മാണ പ്രതിസന്ധി സർക്കാരിനെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി. സർക്കാരും വനം വകുപ്പും ഹർജിക്കാരും വിഷയത്തിൽ ഒന്നിച്ച് ജനങ്ങളെ വഞ്ചിക്കുന്നെന്ന് ഡീൻ. ജില്ലയിലെ 10 ചെയിൻ മേഖലകളിലെ പട്ടയ വിതരണത്തിൽ ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത്. പട്ടയം നൽകുമെന്ന മന്ത്രിയുടെ വാഗ്ദാനം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമെന്ന കോൺഗ്രസ് നേതൃത്വം. വിശദമായ വാർത്തകളിലേക്ക്. കുട്ടികളുമായി സ്കൂളിലേക്ക് പോയ സ്കൂൾ ബസ് റോഡിലെ കുഴിയിൽ താഴ്ന്നു. പള്ളിവാസൽ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന പീച്ചാട് പ്ലാമല റോഡിലാണ് സംഭവം നടന്നത്. കല്ലാർ വട്ടിയാർ സ്കൂളിലെ സ്കൂൾ ബസ്സാണ് കുണ്ടും കുഴിയുമായി കിടന്നിരുന്ന റോഡിൽ താഴ്ന്നു പോയത്. ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം മണിക്കൂറുകളോളം മുടങ്ങി. ഇത് ഞങ്ങൾ നിരവധി സമരങ്ങളും മറ്റുമായിട്ട് മുന്നോട്ട് പോയിട്ടും യാതൊരു തീരുമാനമാകാതെ നിൽക്കുകയാണ്. ജനങ്ങൾ വളരെ ദുരിതത്തിലാണ്. ഇതിന് നടപടി ഉണ്ടാക്കിയില്ലെങ്കിൽ പ്രക്ഷോഭത്തിലേക്ക് തന്നെ പോവുകയും. മാങ്കുളം, കുരിശുപാറ, പീച്ചാട് മേഖലകളിൽ നിന്നും എളുപ്പത്തിൽ അടിമാലിയിലേക്ക് എത്താൻ സഹായിക്കുന്ന പീച്ചാട് മ്ലാമല കുരങ്ങാട്ടി റോഡിലാണ് സംഭവം നടന്നത്. ഈ റോഡിൽ പീച്ചാട് മുതൽ പ്ലാമല വരെയുള്ള ഏതാനും കിലോമീറ്റർ റോഡ് നാളുകളേറെയായി തകർന്നു കിടക്കുകയാണ്. റോഡിൽ വലിയ കിടങ്ങുകളും വെള്ളക്കെട്ടും രൂപം കൊണ്ടിട്ടുള്ള സ്ഥിതിയാണ്. റോഡ് യാത്രായോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമായി നിലനിൽക്കെയാണ് കുട്ടികളുമായി സ്കൂളിലേക്ക് പോയ ബസ് ഇന്ന് പീച്ചാട് ടൗണിന് സമീപം റോഡിലെ കുഴിയിൽ താഴ്ന്നത്. നിരവധി സ്കൂൾ വാഹനങ്ങളും ആംബുലൻസ്, മാങ്കുളം തുടങ്ങിയുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള ആംബുലൻസ് തുടങ്ങിയുള്ള നിരവധി വാഹനങ്ങൾ, അതുപോലെ തന്നെ ആനക്കുളം, മാങ്കുളം തുടങ്ങിയുള്ള ടൂറിസ്റ്റ് പ്ലേസുകളിലേക്ക് വരുന്ന വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ വരുന്നൊരു വഴിയാണിത്. ഇത് ഏകദേശം ഒരു 4 വർഷത്തോളമായി ഞങ്ങൾ നിരവധി നിവേദനങ്ങളും പരാതികളും എല്ലാം അയച്ചിട്ടും ഈ റോഡിനൊരു തീരുമാനമായിട്ടില്ല. കല്ലാർ വട്ടയാർ സ്കൂളിലെ സ്കൂൾ ബസ്സാണ് കുണ്ടും കുഴിയുമായി കിടന്നിരുന്ന റോഡിൽ താഴ്ന്നു പോയത്. സംഭവശേഷം കുട്ടികളെ ബദൽ യാത്രാമാർഗം ഒരുക്കി സ്കൂളിൽ എത്തിച്ചു. സ്കൂൾ ബസ് വഴിയിൽ അകപ്പെട്ടതോടെ മണിക്കൂറുകളോളം ഇതുവഴിയുള്ള ഗതാഗതവും നിലച്ചു. സ്വകാര്യ ബസ്സും നിരവധി വിനോദസഞ്ചാര വാഹനങ്ങളും ഒക്കെ ദിവസവും കടന്നു പോകുന്ന വഴിയാണിത്. കുണ്ടിലും കുഴിയിലും ചാടി വാഹനങ്ങൾക്ക് തകരാർ സംഭവിക്കുന്നതും പതിവ് സംഭവം. ഇതിനൊപ്പമാണിന്ന് മുമ്പോട്ട് നീങ്ങാനാവാത്ത വിധം സ്കൂൾ ബസിന്റെ ടയർ റോഡിലെ ചെളിയിൽ താഴ്ന്നു പോയത്. സിറ്റി വിഷൻ, അടിമാലി. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ പ്രതിസന്ധിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നു. ഒപ്പം തന്നെ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളും ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ദേശീയപാത 85 നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 31 ദേശീയപാത കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്തിട്ടുള്ള ലോങ് മാർച്ചിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. എന്നാൽ അന്നേ ദിവസം പ്രഖ്യാപിച്ച ഹർത്താലുമായി സഹകരിക്കേണ്ടതില്ല എന്നാണ് സംഘടന ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ തീരുമാനം. സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ട പുനഃപരിശോധനാ ഹർജി നൽകി പുതിയ സത്യവാങ്മൂലം സമർപ്പിച്ചു. കോടതിയെ വസ്തുത ബോധ്യപ്പെടുത്തി പ്രശ്ന പരിഹാരത്തിന് ഇടപെടൽ നടത്തണമെന്നും സംഘടനാ ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ദേശീയപാത 85 ഭാഗമായ നേരിമംഗലം വനമേഖലയിൽ രൂപം കൊണ്ടിട്ടുള്ള നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഈ മാസം 31 ദേശീയപാത കോർഡിനേഷൻ കമ്മിറ്റി ലോങ് മാർച്ചിനും ദേവികുളം താലൂക്കിൽ ഹർത്താലിനും ആഹ്വാനം ചെയ്തിട്ടുള്ളത്. 6 മൈലിൽ നിന്നും നേരിമംഗലം ഫോറസ്റ്റ് ഓഫീസ് പരിസരത്തേക്കാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. പ്രതിഷേധ സൂചകമായി 31 നടത്തുന്ന ലോങ് മാർച്ചിന് പിന്തുണ അറിയിക്കുന്നതായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ അടിമാലിയിൽ പറഞ്ഞു. എന്നാൽ അന്നേ ദിവസം പ്രഖ്യാപിച്ചിട്ടുള്ള ഹർത്താലുമായി സംഘടന ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റി സഹകരിക്കില്ല. കടകളടയ്ക്കാതെ സംഘാംഗങ്ങൾ ലോങ് മാർച്ചിന്റെ ഭാഗമാകുമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിയിൽ അടിമാലിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. LDF-ഉം UDF-ഉം ഇതേ കാര്യം ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിൽ ഹർത്താൽ നടത്തി. ഇനി വീണ്ടും നമ്മൾ ഒരു ഹർത്താൽ കൂടി, മൂന്നാമതൊരു ഹർത്താൽ കൂടി നടത്തുമ്പോൾ ഇതിന്റെ ഏക നഷ്ടം ശരിക്കും പറഞ്ഞാൽ വ്യാപാരി സമൂഹത്തിനാണ്.
ഇതേ വിഷയത്തിൽ മുമ്പൊരു ഹർത്താൽ നടന്നു കഴിഞ്ഞു. വ്യാപാര മേഖല കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. തുടർച്ചയായ ഹർത്താലുകൾ വ്യാപാര മേഖലയെ കൂടുതൽ തകർച്ചയിലേക്ക് നയിക്കും. ദേശീയപാത വിഷയത്തിൽ തുടക്കം മുതൽ സംഘടന സമര പോരാട്ടങ്ങളുമായി മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്നതുമാണ്. വിഷയത്തിന്റെ പ്രാധാന്യം ഗൗരവമുള്ളതാണ്. ദേശീയപാത കോർഡിനേഷൻ കമ്മിറ്റിയെ ഹർത്താലിൽ നിന്ന് പിന്മാറി ലോങ് മാർച്ച് ശക്തിപ്പെടുത്തണമെന്നും മണ്ഡലത്തിലെ എല്ലാ യൂണിറ്റുകളിൽ നിന്നും അംഗങ്ങൾ ലോങ് മാർച്ചിൽ പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്നും സംഘടനാ ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളിൽ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് KR വിനോദ്, നിയോജക മണ്ഡലം ഭാരവാഹികളായ സാൻഡി മാത്യു, ഷിബു എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, അടിമാലി. ദേശീയപാത 85 ബന്ധപ്പെട്ടിട്ടുള്ള നിർമ്മാണ പ്രതിസന്ധി വിഷയത്തിൽ സർക്കാരിനെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. സർക്കാർ ഈ വിഷയത്തിൽ ഒളിച്ചു കളിക്കുകയാണെന്ന് ഡീൻ കുര്യാക്കോസ് ആരോപിച്ചു. നിർമ്മാണ നിരോധനത്തിന് കാരണം ഇടുക്കി MPയും നിർമ്മാണ നിരോധനത്തിന് കാരണം ഇടുക്കി MP ആണെന്ന CPMന്റെ ആരോപണം ദുരുദ്ദേശപരമാണ്. സർക്കാരും വനം വകുപ്പും ഹർജിക്കാരനും ഈ വിഷയത്തിൽ ഒന്നാണ്. നാടിനെ വഞ്ചിക്കുന്ന ഇടതുപക്ഷത്തിന്റെയും സർക്കാരിന്റെയും പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ ഒളിച്ചു കളിക്കുകയാണ്. ഈ കാര്യത്തിൽ കോടതിക്ക് മുമ്പാകെ വന്നിട്ടുള്ള സർക്കാരിൻ്റെ സത്യവാങ്മൂലം, ആ സത്യവാങ്മൂലത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് വിധി വന്നിട്ടുള്ളത് എന്ന് വ്യക്തമായിരിക്കെ CPM ഇക്കാര്യത്തിൽ 100% പ്രതിക്കൂട്ടിലായിരിക്കുന്ന വേളയിൽ അനാവശ്യമായി പ്രചരണം സംഘടിപ്പിച്ചുകൊണ്ട് ഹൈവേയുടെ നടപടികൾ അല്ലെങ്കിൽ വികസന പ്രവൃത്തി തടസ്സപ്പെട്ടിട്ടില്ല എന്നും ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ MPയും അതുപോലെ മറ്റുള്ളവരുമാണ് കാരണക്കാർ എന്ന് പറയുന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് CPIയും ഇടതുപക്ഷ നേതൃത്വവും കടന്നു വരുന്നത് ദുരുപദിഷ്ടിതമാണ്. സത്യത്തിൽ ഹൈവേ വികസനം മുടക്കിയിരിക്കുന്നത് കേരള ഗവൺമെൻറ്റാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ ഈ തെറ്റായ സത്യവാങ്മൂലമാണ്. ആ സത്യവാങ്മൂലത്തിന് ഉടമസ്ഥരായിട്ടുള്ള ആളുകളെ അവർക്കെതിരെ നടപടി സ്വീകരിക്കാനും ഈ ഗവൺമെൻറ്റിൻ്റെ നിലപാട് തിരുത്താനും നട്ടലുണ്ടെങ്കിൽ CPMൻ്റെ നേതാവായ ശ്രീ CV വർഗീസും അതുപോലെ മറ്റു നേതാക്കന്മാരും തയ്യാറാകണമെന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാത നിർമ്മാണം യാഥാർത്ഥ്യം തിരിച്ചറിയുക, വ്യാജ പ്രചാരണങ്ങൾ തള്ളിക്കളയുക എന്ന മുദ്രാവാക്യം ഉയർത്തി LDFന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത വിഷയത്തിൽ യാഥാർത്ഥ്യം മറച്ചുവെച്ച് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമം നടക്കുന്നുവെന്നാണ് LDFന്റെ ആരോപണം. ദേശീയപാത നിർമ്മാണ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുവാനും യാഥാർത്ഥ്യം മറച്ചുവെക്കുവാനും ശ്രമം നടക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു LDFന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത്. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി നടന്ന പ്രകടനത്തിൽ നിരവധി LDF പ്രവർത്തകർ പങ്കെടുത്തു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കൊച്ചി ധനുഷ്കോടി റോഡ് മാത്രമല്ല, ഈ മേഖലയിലൂടെ കടന്നു പോകേണ്ട ഒട്ടേറെ ദേശീയപാതയ്ക്ക് ആവശ്യമായി 25% പണം കൊടുത്താൽ മതി എന്ന് പറയുന്നത് 40% വർദ്ധിപ്പിച്ച് അതിനാവശ്യമായ പണം കൊടുത്തു കേരളത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള റോഡുകളെ നന്നാക്കാൻ ഈ ഗവൺമെൻറ് ശ്രമിക്കുകയാണ്. ആ പല റോഡുകളും കടന്നു വരുമ്പോൾ ചില പ്രദേശത്ത് വനം വകുപ്പിൻ്റെതായ പ്രത്യേകമാകുന്ന ചില പ്രശ്നങ്ങൾ. വനം വകുപ്പിന് ആവശ്യമില്ലാത്ത അധികാരം കൊടുത്തതാരാണ്? 1980 ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെൻറ്റാണ് വനഭൂമി സംരക്ഷണ നിയമം കൊണ്ടുവന്നത്. അടിമാലി ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിലായിരുന്നു പൊതുസമ്മേളനം നടന്നത്. സമ്മേളനത്തിൽ TK ഷാജി അധ്യക്ഷത വഹിച്ചു. വിവിധ ഘടകകക്ഷി നേതാക്കൾ സംസാരിച്ചു. ദേശീയപാത വിഷയത്തിൽ യാഥാർത്ഥ്യം മറച്ചുവെച്ച് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമമാണ് നടക്കുന്നതെന്ന് സമ്മേളനത്തിൽ സംസാരിച്ചവർ കുറ്റപ്പെടുത്തി. സിറ്റി വിഷൻ, അടിമാലി. ഇടുക്കിയിലെ 10 ജെയിൻ മേഖലകളിലെ പട്ടയ വിതരണത്തിൽ വീണ്ടും അനിശ്ചിതത്വം. 10 ജെയിനിൽ പട്ടയം നൽകാൻ അനുമതിയില്ലെന്നാണ് വൈദ്യുത വകുപ്പ് വ്യക്തമാക്കുന്നത്. മേഖലയിൽ പട്ടയം നൽകുമെന്ന റവന്യൂ മന്ത്രിയുടെ വാഗ്ദാനം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പാഴ്വാക്കാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ഇടുക്കി ജില്ലയിലെ ജലസംഭരണികളിലെ പരമാവധി ജലനിരപ്പിൽ നിന്നും 10 ജെയിൻ പ്രദേശം കൂടി ഏറ്റെടുക്കാനായിരുന്നു മുൻ തീരുമാനം. എന്നാൽ 1974 നടപടി വൈദ്യുതി വകുപ്പ് വേണ്ടെന്ന് വെച്ചു. ഈ മേഖലയിൽ കൃഷി ചെയ്തു താമസിക്കുന്ന കർഷകർക്ക് ഇതുവരെ പട്ടയം വിതരണം ചെയ്തിട്ടില്ല. ഇത്തരത്തിൽ കാഞ്ചിയാർ, അയ്യപ്പൻകോവിൽ, ഉപ്പുതറ വില്ലേജുകളിലെ 3 ജെയിൻ മേഖലകളിലും കല്ലാർകുട്ടി ഡാമിന്റെ പരിധിയിലെ 10 ജെയിൻ മേഖലയിലും പട്ടയം നൽകാൻ ബാക്കിയാണ്. ഇന്ന് പട്ടയ നടപടികൾ മുന്നോട്ട് കൊണ്ടുവരും എന്ന് പറയുമ്പോൾ പട്ടയ നടപടികൾ എല്ലാം പരിപൂർണമായി പൂർത്തീകരിച്ച് ഉടൻ തന്നെ പട്ടയം നൽകുമെന്ന് മന്ത്രി പറയുമ്പോൾ ഇന്ന് വൈദ്യുതി ബോർഡ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് അവരുടെ അനുവാദമുണ്ടെങ്കിൽ മാത്രമാണ് പട്ടയ നടപടികൾ ആരംഭിക്കുവാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു അനുവാദം വൈദ്യുതി ബോർഡ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിന് നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇന്നും പട്ടയ നടപടികൾ വെറും പേപ്പറിൽ മാത്രമായി, അല്ലെങ്കിൽ പട്ടയ നടപടികൾ പൂർത്തീകരിച്ച് പട്ടയം നൽകുന്നു എന്ന് പറയുന്നത് ഇന്ന് മന്ത്രി പറഞ്ഞിരിക്കുന്നത് അത് തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒന്ന് മാത്രമാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. 1982 ഈ മേഖലയിലെ പട്ടയ നടപടികൾ ആരംഭിക്കുകയും
2017 ഈ മേഖലയിലെ കർഷകർക്ക് പട്ടയം നൽകാൻ തടസ്സങ്ങൾ ഇല്ലെന്ന റിപ്പോർട്ട് കളക്ടർ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിച്ചു. എന്നാൽ മേഖലയെ ഒഴിവാക്കിയാണ് കഴിഞ്ഞ കാലങ്ങളിൽ പട്ടയം നൽകിയത്. നിലവിൽ 10 ചെയിൻ 3 ചെയിൻ മേഖലകളിൽ പട്ടയം നൽകുമെന്ന് റവന്യൂ മന്ത്രി വ്യക്തമാക്കുന്നുണ്ടെങ്കിലും വൈദ്യുതി ബോർഡിന്റെ അനുമതി വേണമെന്നതാണ് വൈദ്യുതി വകുപ്പ് വ്യക്തമാക്കുന്നത്. ഇതോടെ നടപടികൾ വീണ്ടും ഫയലിൽ കുരുങ്ങിയിരിക്കുകയാണെന്നാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം. സിറ്റി വിഷൻ, രാജാക്കാട്. മണ്ണിടിച്ചിൽ ഉണ്ടായി ഗതാഗതം തടസ്സപ്പെട്ട മൂന്നാർ ദേവികുളം റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചു. റോഡിലേക്ക് ഇടിഞ്ഞെത്തിയ മണ്ണ് ഭാഗികമായി നീക്കിയാണ് റോഡ് തുറന്നത്. കഴിഞ്ഞ ശനി ഞായർ ദിവസങ്ങളിലായിട്ടായിരുന്നു മൂന്നാർ ദേവികുളം റോഡിൽ മണ്ണിടിച്ചിൽ ഉണ്ടായത്. 2 ദിവസത്തെ ശ്രമം കൊണ്ടാണ് മണ്ണ് ഭാഗികമായി നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കുവാൻ കഴിഞ്ഞത്. ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച പുലർച്ചെയുമായിട്ടായിരുന്നു മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപം ദേശീയപാതയിലേക്ക് വൻതോതിൽ കല്ലും മണ്ണും ഇടിഞ്ഞെത്തി ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടത്. മണ്ണിടിച്ചിലിൽ അകപ്പെട്ട് ഒരാൾ മരണപ്പെടുകയും ചെയ്തിരുന്നു. സംഭവശേഷം കഴിഞ്ഞ 2 ദിവസത്തെ ശ്രമം കൊണ്ട് വാഹനങ്ങൾ കടന്നുപോകാനുള്ള വീതിയിൽ റോഡിലേക്ക് ഇടിഞ്ഞെത്തിയ മണ്ണ് ഭാഗികമായി നീക്കം ചെയ്തു. രാവിലെ മുതൽ ഇതുവഴി വാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങി. ജിയോളജി വിഭാഗം മണ്ണിടിഞ്ഞ പ്രദേശത്ത് കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിരുന്നു. മഴ പെയ്ത് വെള്ളമിറങ്ങിയാൽ പ്രദേശത്ത് ഇനിയും മണ്ണിടിയുവാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. മഴ മുന്നറിയിപ്പുണ്ടായാൽ വീണ്ടും ഇതുവഴിയുള്ള യാത്ര നിയന്ത്രിച്ചേക്കാനാണ് സാധ്യത. പ്രദേശത്ത് അതീവ ജാഗ്രതയോടെയാണ് ഇടിഞ്ഞെത്തിയ മണ്ണ് നീക്കുന്ന ജോലികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത്. 2018 മൂന്നാർ ദേവികുളം റോഡിൽ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപം സമാനമായ രീതിയിൽ വലിയ മണ്ണിടിച്ചിൽ സംഭവിച്ചിരുന്നു. അതേസമയം ദേവികുളം താലൂക്കിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മഴ മാറി നിൽക്കുന്നത് ആശ്വാസമാണ്. സിറ്റി വിഷൻ, മൂന്നാർ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ ദേവികുളം റൂട്ടിൽ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപം മണ്ണിടിച്ചിലിൽ ലോറി അപകടത്തിൽപ്പെട്ട് മരിച്ച ഗണേശന്റെ കുടുംബത്തിന് സർക്കാർ സഹായങ്ങൾ വൈകുന്നു. പ്രകൃതി ദുരന്തത്തിൽ മരണപ്പെട്ട് ദിവസങ്ങൾ പിന്നിടുമ്പോഴും 1 രൂപ പോലും കുടുംബത്തിന് സർക്കാർ സഹായമായി പ്രഖ്യാപിച്ചിട്ടില്ല. പ്രതിഷേധവുമായി മുമ്പോട്ടു പോകുമെന്നാണ് കോൺഗ്രസിന്റെ മുന്നറിയിപ്പ്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപം വലിയ തോതിലുള്ള മണ്ണിടിച്ചിലുണ്ടായത്. ഈ സമയം തമിഴ്നാട്ടിൽ നിന്നും ലോഡുമായി വന്ന ലോറി അപകടത്തിൽപ്പെടുകയും വാഹനമോടിച്ചിരുന്ന ചിത്രപുരം സൗത്തിൽ താമസിക്കുന്ന മൂന്നാർ അന്തോണിയാർ നഗർ സ്വദേശി ഗണേശൻ മരണപ്പെടുകയുമായിരുന്നു. എന്നാൽ മരണപ്പെട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഗണേശന്റെ കുടുംബത്തെ നേരിട്ട് കാണുകയോ വേണ്ട സഹായങ്ങൾ പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ടില്ല. வண்டிக்கு போனாலே அதனால நாங்களே கடவுளை வாங்கி தான் இந்த வண்டி வாங்கினோம். இப்போ வண்டியும் போயிடுச்சு, என் வீட்டுக்காரும் இல்லை. எனக்கு ஒரு மகன் 2 பிள்ளைங்க இருக்காங்க. வேறு எங்களுக்கு வேறு வழி பொழைக்கிறதுக்கு வேறு வழி இல்லை. அந்த வண்டியை வச்சு தான் சாப்பிட்டோம். இது 2மே ഇപ്പോൾ எங்களுக்கு இல்லை. അതേസമയം പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട് മരണപ്പെട്ടയാളുടെ കുടുംബത്തിന് സർക്കാർ ധനസഹായം പ്രഖ്യാപിക്കാത്തതിനെതിരെ ശക്തമായ പ്രതിഷേധവും ഉയരുന്നുണ്ട്. വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നെൽസൺ ആവശ്യപ്പെട്ടു. ഉരുൾപൊട്ടലിൽ ഉണ്ടായ അപകടത്തിൽ മരണപ്പെട്ട ഗണേശന് ഇതുവരെ ദേശീയ ദുരന്ത അതോറിറ്റിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടോ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. എത്രയും വേഗം ഈ കുടുംബത്തിന്, ഗണേശൻ്റെ കുടുംബത്തിന് സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് പ്രഖ്യാപിക്കേണ്ട ആ തുക എത്രയും വേഗം പ്രഖ്യാപിക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിൽ. ദുരന്ത നിവാരണ നിയമപ്രകാരം ധനസഹായത്തിന് അർഹതയുള്ള കുടുംബത്തെ അവഗണിക്കുന്ന നിലപാട് തുടർന്നാൽ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി. സിറ്റി വിഷൻ, മൂന്നാർ. ചെറിയൊരു ഇടവേള, വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ, തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോൺ. ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി.
ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണ നവീകരണ പ്രവർത്തനങ്ങൾ അടക്കം നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ഗ്രാമീണ മേഖലയിൽ നടക്കുന്നതെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. നിർമ്മാണം പൂർത്തിയാക്കിയ കൊന്നത്തടി പഞ്ചായത്തിലെ വിവിധ റോഡുകളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പണിക്കൻകുടി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ 3 കോടി രൂപയുടെ പുതിയ കെട്ടിട നിർമ്മാണം നടക്കുകയാണ്. എല്ലാ വീടുകളിലും മഴക്കാലത്തും വേനൽക്കാലത്തും ശുദ്ധജലം എന്ന ലക്ഷ്യത്തോടെ ജൽജീവൻ മിഷൻ പദ്ധതിയിൽ കൊന്നത്തടി പഞ്ചായത്തിൽ മാത്രം 140 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. പണിക്കൻകുടി SNDP പടി കുരിശിങ്കൽ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് 10 ലക്ഷം രൂപ അനുവദിച്ചതായും മൈപ്പാൻ പടിയിൽ നടന്ന യോഗത്തിൽ മന്ത്രി പ്രഖ്യാപിച്ചു. നമ്മൾ കാണുന്ന ഈ റോഡ് കത്തുകൽ അടിമാലി റോഡ് എന്ന് പറഞ്ഞാൽ കമ്പിളികണ്ഠം വരെയുള്ള ഏതാണ്ട് 26 കിലോമീറ്റർ ദൂരമാണ്. നമുക്ക് നേരത്തെ BMBC നിലവാരമുള്ളതാക്കി മാറ്റാം. ഇത് BMBC നിലവാരമുള്ളതാകുമ്പോൾ ഇതിനോടനുബന്ധമായി കിടക്കുന്ന റോഡും പ്രദേശങ്ങളൊക്കെ അതിനേക്കാളേറെ വികസന സാധ്യതയിലേക്ക് വരും. 58 കോടി രൂപയാണ് നമ്മൾ ചെലവഴിക്കുന്നത്. അതിൻ്റെ മറുപടി ക്രമങ്ങളെ പൂർത്തീകരിച്ച് ഏരിയയിൽ 1-2 മാസക്കാലത്തിനകം ടെൻഡർ നടപടിയിലേക്ക് പോയി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച് വളരെ ദ്രുതഗതി മുന്നേറി ഈ റോഡ് നമുക്ക് സമീകരിക്കാൻ പോവുകയാണ്. മൈപ്പാൻപടി കാറ്റാടിപ്പാറ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം, നിർമ്മാണം പൂർത്തിയായ ചിന്നാർ പുളിക്കപ്പടി റോഡിന്റെ ഉദ്ഘാടനം എന്നിവയും മന്ത്രി നിർവഹിച്ചു. മുള്ളരിക്കുടി വാർഡിലെ മൈപ്പാൻപടി കാറ്റാടിപ്പാറ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി റോഡ് ഗതാഗത യോഗ്യമാക്കുന്നതിന് MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. മൈപ്പാൻപടി കാറ്റാടിപ്പാറ റോഡ് 2 കിലോമീറ്റർ ദൂരം ആധുനിക നിലവാരത്തിലാണ് നിർമ്മിക്കുന്നത്. റോഡ് പൂർത്തിയാകുന്നതോടെ കാറ്റാടിപ്പാറ വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ വികസനത്തിനും വഴി തെളിയും. കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റനീഷ് യോഗങ്ങളിൽ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ ജോബി കുന്നക്കാട്ട, ബിന്ദു സാന്റി, TP മൽക്ക, ഷിനി സജീവൻ, വിവിധ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളായ NV ബേബി, ഷാജി കാഞ്ഞമല, വിൽസൺ തോമസ്, VK സലീം, KR സലീംകുമാർ, ബിനു അമ്പാട്ട് എന്നിവർ സംസാരിച്ചു. സിറ്റി വിഷൻ, കൊന്നത്തടി. ചിന്നക്കനാലിൽ സർക്കാർ ഭൂമി കയ്യേറി റിസോർട്ട് നിർമ്മിച്ച കേസിൽ ED അന്വേഷണം ആരംഭിച്ചു. മാത്യു കുഴൽനാടൻ MLA ചോദ്യം ചെയ്യുമെന്നാണ് സൂചന. സ്ഥലത്തിന്റെ മുൻ ഉടമയെ ചോദ്യം ചെയ്തു. 50 സെന്റ് സർക്കാർ ഭൂമി കയ്യേറിയാണ് റിസോർട്ട് നിർമ്മിച്ചതെന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ EDയുടെയും നടപടി. ചിന്നക്കനാലിലെ ഭൂമി ഇടപാട് കേസിൽ മാത്യു കുഴൽനാടനെതിരെ നേരത്തെ ഇടുക്കി വിജിലൻസ് യൂണിറ്റ് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. കേസിലെ 16ാം പ്രതിയാണ് മാത്യു കുഴൽനാടൻ. കേസിലാകെ 21 പ്രതികളാണുള്ളത്. ക്രമക്കേടുണ്ടെന്നറിഞ്ഞിട്ടും മാത്യു കുഴൽനാടൻ ഭൂമി വാങ്ങിയെന്നായിരുന്നു വിജിലൻസിന്റെ FIR. 2012 മുതൽ ഭൂമിയുമായി ബന്ധപ്പെട്ട ഇടപാട് നടത്തിയവരാണ് പ്രതികൾ. 2012 ദേവികുളം തഹസിൽദാർ ഷാജിയാണ് 1ാം പ്രതി. ഇടുക്കി ചിന്നക്കനാലിലെ കപ്പിത്താൻ റിസോർട്ട് പ്രവർത്തിക്കുന്ന മാത്യു കുഴൽനാടന്റെ ഭൂമിയുമായി ബന്ധപ്പെട്ട വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ സർക്കാർ പുറമ്പോക്ക് ഭൂമിയടക്കം കയ്യേറി റിസോർട്ട് നിർമ്മിച്ചുവെന്ന് കണ്ടെത്തുകയും തുടർന്ന് റവന്യൂ വകുപ്പും കേസെടുക്കുകയും ചെയ്തിരുന്നു. വിജിലൻസ് ഇക്കാര്യത്തിൽ അന്വേഷണം വിശദമായി നടത്തിവരുന്നതിനിടയിലാണ് ഇപ്പോൾ EDയുടെ നടപടിയും കുഴൽനാടനെതിരെ എത്തിയിരിക്കുന്നത്. സിറ്റി വിഷൻ, ചിന്നക്കനാൽ. കടൽ മത്സ്യത്തിന്റെ വരവ് കുറഞ്ഞതോടെ ഇടുക്കിയിൽ മത്സ്യകൃഷി നടത്തുന്നവർക്ക് ചാകരക്കാലമാണ്. വളർത്തു മത്സ്യങ്ങൾക്കാണിപ്പോൾ ഇടുക്കിയിലെ മത്സ്യ മാർക്കറ്റുകളിൽ ഏറ്റവും അധികം ഡിമാൻഡ്. കടൽ മത്സ്യത്തിന്റെ വില കുതിച്ചുയർന്നതും ഉപഭോക്താക്കളെ വളർത്തു മത്സ്യങ്ങളിലേക്ക് ആകർഷിച്ചിട്ടുണ്ട്. ഹൈറേഞ്ചുകാരുടെ ഇഷ്ടമത്സ്യമായ മത്തിക്ക് പോലും 400 രൂപയ്ക്ക് മുകളിൽ വില ഉയർന്നതോടെ മത്തിയെയും മാറ്റി നിർത്തുകയല്ലാതെ മാർഗമില്ലാതായി. ഇതുമാത്രമല്ല, ആവശ്യത്തിന് മീൻ ലഭിക്കുന്നുമില്ല. ഈ സാഹചര്യത്തിലാണ് വളർത്തു മത്സ്യങ്ങൾ വൻതോതിൽ വിൽപ്പനയ്ക്കായി എത്തുന്നത്. 100 മുതൽ 150 രൂപ വരെ നിരക്കിൽ വളർത്തു മത്സ്യങ്ങൾ ലഭിക്കും. പിരാന, വാള, തിലോപ്പിയ, കണമ്പ്, കട്ടള, കാരി തുടങ്ങിയ മീനുകളാണ് കൂടുതലായും മത്സ്യ മാർക്കറ്റുകളിൽ ഇപ്പോൾ ലഭിക്കുന്നത്. ഇതിൽ പിരാനയ്ക്കും തിലോപ്പിയയ്ക്കുമാണ് ആവശ്യക്കാരേറെയും. കടൽ മത്സ്യങ്ങൾ ഇപ്പൊ ട്രോളിംഗ് ആയതുകൊണ്ട് വരവ് കുറവാണ്. അതുകൊണ്ട് ഇപ്പം കൂടുതലും വളർത്തുമീനുകളെയാണ് ആൾക്കാർ ആശ്രയിക്കുന്നത്. വളർത്തുമീനെന്ന് പറഞ്ഞാൽ പിരാനയുണ്ട്, വാളയുണ്ട്, തിലോപ്പിയ, കണമ്പ്, കട്ടിള, അങ്ങനെയുള്ള ഐറ്റം, കാരി, അങ്ങനെയുള്ള ഐറ്റങ്ങളാണ് കൂടുതലും ഇപ്പം ആൾക്കാർ ഏറെ ഇഷ്ടപ്പെടുന്നത്.
ട്രോളിംഗ് നിരോധനം അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലായിരുന്ന വളർത്തു മത്സ്യകൃഷിക്ക് കൂടിയാണ് പ്രയോജനകരമായിട്ടുള്ളത്. കടൽ മത്സ്യത്തിന്റെ ലഭ്യത വർദ്ധിക്കുന്നതോടെ വളർത്തു മത്സ്യങ്ങൾക്ക് വീണ്ടും വിലയിടിയുവാനാണ് സാധ്യത. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. രാജാക്കാട് വൈസ്മെൻ സ്ക്വയർ ഉദ്ഘാടനവും ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടത്തി. മന്ത്രി റോഷി അഗസ്റ്റ്യൻ വൈസ്മെൻസ് സ്ക്വയറിന്റെയും എം.എം. MLA ഓഫീസ് കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. രാജാക്കാട് വൈസ്മെൻസ് ക്ലബിന്റെ 18ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് വൈസ്മെൻസ് സ്ക്വയർ നിർമ്മിച്ച ഉദ്ഘാടനം നടത്തിയത്. രാജാക്കാട് പൊന്മുടി റോഡരികിൽ എല്ലാ അംഗങ്ങൾക്കും ഓഹരി പങ്കാളിത്തമുള്ള 80 സെന്റ് സ്ഥലം വാങ്ങിയാണ് വൈസ്മെൻ സ്ക്വയർ ചെയർമാൻ VC ജോൺസൺ, സെക്രട്ടറി AK ഷാജി, ട്രഷറർ KR ബിനേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി വിശാലമായ ഓഡിറ്റോറിയവും അനുബന്ധ സൗകര്യങ്ങളുമുള്ള വൈസ്മെൻ സ്ക്വയർ നിർമ്മിച്ചത്. മന്ത്രി റോഷി അഗസ്റ്റ്യൻ വൈസ്മെൻ സ്ക്വയറിന്റെ ഉദ്ഘാടനവും എം.എം. MLA ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. സാമൂഹിക രംഗത്ത് അതോടൊപ്പം ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റ്സിന് ഒക്കെ നടത്തുന്ന ആഗോളതലത്തിലുള്ള ഒരു സംരംഭത്തിൻ്റെ ഒരു യൂണിറ്റ് ഇന്ന് വൈസ്മെൻസിൻ്റെ ഭാഗമായി രാജാക്കാട് പ്രവർത്തിച്ചു വരുന്നു എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഒരു വസ്തുതയാണ്. വൈസ്മെൻസ് പ്രസിഡന്റ് VS ബിജു അധ്യക്ഷത വഹിച്ചു. ചാർട്ടർ സെക്രട്ടറി KR നാരായണൻ 2ാം തവണയും പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തു. VS ബിജു പ്രസിഡന്റ്, G രമേഷ് ബാബു സെക്രട്ടറി, TB രാജീവ് ട്രഷറർ എന്നിവരടങ്ങുന്ന ഭരണസമിതിയുടെ സ്ഥാനാരോഹണ ചടങ്ങും നടന്നു. റീജിയണൽ ഡയറക്ടർ PJ കുര്യാച്ചൻ, ഡിസ്ട്രിക്ട് ഗവർണർ മെൽസൺ ജോർജ്, ഷോൺ LRD, ജിജോ V എൽദോ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ, രാജാക്കാട് CI V വിനോദ് കുമാർ, ബുള്ളറ്റിൻ എഡിറ്റർ ബിനോയ് ജോസഫ്, വൈസ്കൈ ബേബി വർഗീസ്, കിങ്ങിണി രാജേന്ദ്രൻ, ജോഷി കന്യാകുഴി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. ഉപ്പുതറ മലനാട് ക്ഷീരോത്പാദക സംഘത്തിന്റെ 31ാമത് വാർഷിക പൊതുയോഗം നടന്നു. ഉപ്പുതറ സെന്റ് മേരീസ് പാരിഷ് ഹാളിലാണ് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചത്. വാർഷിക പൊതുയോഗം സംഘം രക്ഷാധികാരി ഫാദർ ഡൊമിനിക് കാഞ്ഞിരത്തിനാൽ ഉദ്ഘാടനം ചെയ്തു. മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ക്ഷീരസംഘമാണ് ഉപ്പുതറ മലനാട് ക്ഷീരോത്പാദക സഹകരണ സംഘം. കഴിഞ്ഞ വർഷം 64 അംഗങ്ങളാണ് സംഘത്തിൽ പാലളന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 773 കിലോ അധികമായി അളന്നു. സംഘം വിജയകരമായാണ് മുന്നേറുന്നത്. പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം സംഘം രക്ഷാധികാരി ഫാദർ ഡൊമിനിക് കാഞ്ഞിരത്തിനാൽ നിർവഹിച്ചു. സംഘത്തിന്റെ വാർഷിക യോഗത്തിൽ വെച്ച് കാഞ്ഞിരപ്പള്ളി രൂപതയിൽ MDSൽ ഏറ്റവും കൂടുതൽ പാലളന്ന വനിതാ കർഷകയെ ആദരിച്ചു. കർഷക ബോണസ് വിതരണവും ഒപ്പം ഏറ്റവും കൂടുതൽ പാൽ വിതരണം ചെയ്തവർക്കും പാരിതോഷികം നൽകി. പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു. സംഘം പ്രസിഡന്റ് ലാൽ എബ്രഹാം അധ്യക്ഷത വഹിച്ചു. വെറ്റിനറി സർജൻ ഷിജു ഷാജി, റീജ ബിൻസ് എന്നിവർ സംസാരിച്ചു. സിറ്റി വിഷൻ, ഉപ്പുതറ. നോക്കാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുട്ടികളുമായി സ്കൂളിലേക്ക് പോയ സ്കൂൾ ബസ് റോഡിലെ കുഴിയിൽ താഴ്ന്നു. കല്ലാർ വട്ടയാർ സ്കൂളിലെ സ്കൂൾ ബസ്സാണ് പീച്ചാട് മ്ലാമല റോഡിലെ കുഴിയിൽ താഴ്ന്നത്. മണിക്കൂറുകളോളം ഗതാഗതം മുടങ്ങി. ദേശീയപാത കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്തിട്ടുള്ള ലോങ് മാർച്ചിന് പിന്തുണ പ്രഖ്യാപിച്ച വ്യാപാരി വ്യവസായി ഏകോപന സമിതി. എന്നാൽ ഹർത്താലുമായി സഹകരിക്കേണ്ടതില്ലെന്ന വ്യാപാരി വ്യവസായി നേതാക്കൾ. ദേശീയപാത നിർമ്മാണ പ്രതിസന്ധി, സർക്കാരിനെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. സർക്കാരും വനം വകുപ്പും ഹർജിക്കാരും വിഷയത്തിൽ ഒന്നിച്ച് ജനങ്ങളെ വഞ്ചിക്കുന്നെന്ന് ഡീൻ. ജില്ലയിലെ 10 ചെയിൻ മേഖലകളിലെ പട്ടയ വിതരണത്തിൽ ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത്. പട്ടയം നൽകുമെന്ന മന്ത്രിയുടെ വാഗ്ദാനം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമെന്ന കോൺഗ്രസ് നേതൃത്വം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.